ഏഴിന്റെ പണിയെന്നല്ല, 7 7 പണിയാണ് ബിഗ് ബോസ് ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് പറയുന്നതെന്ന്. മത്സരാർത്ഥികൾ എല്ലാവരും കൂടി 4 പേരെ തെരഞ്ഞെടുക്കണം. അവർ ഇന്ന് തുടങ്ങി വെള്ളിയാഴ്ച വരെ ഗാർഡൻ ഏരിയയിൽ മാത്രമായിരിക്കും താമസിക്കുക. ലൈറ്റ് ഓഫ് മുതൽ വേക്കപ്പ് വരെയുള്ള കാര്യമാണ് ഇതെന്ന് ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട്. 4 പേർക്കും ഉറങ്ങാനായിട്ടുള്ള ഒരൊറ്റ ബെഡ് മാത്രമേ അവിടെ ഉള്ളൂ. അത് അങ്ങനെ ആയിരിക്കും മിക്കവാറും. അതിലല്ലാതെ ഗാർഡൻ ഏരിയയിൽ എവിടെ കിടന്നാലും ആ മത്സരാർത്ഥി ഹൗസിൽ നിന്നും പുറത്താകും. ഹൗസിലേക്ക് എൻട്രിയേ ഇല്ല. ഗാർഡൻ ഏരിയയിൽ തന്നെ ഈ ഒരു ബെഡിന്റെ മാത്രമേ കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരാളെ സഹായിക്കണോ അതോ പാര വെച്ച് പുറത്താക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കണ്ടസ്റ്റൻസിന്റെ ഡിസ്ക്രിപ്ഷൻ പോലെ ചെയ്യാനായിട്ട് സാധിക്കും. അതങ്ങനെ ഓപ്പൺ ആയിട്ട് ബിഗ് ബോസ് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ബെഡിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ളത് വേറെ കാര്യമാണ്. ഇവരിപ്പോ ഈ പറയാൻ പോകുന്ന 4 പേരും ഈ വരുന്ന ദിവസങ്ങളിലൊന്നും ഉറങ്ങാനേ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അവർക്ക്. കാരണം ഈ ടാസ്കിന്റെ പരിണിത ഫലം എവിക്ഷനാണ്. ഫസ്റ്റ് വീക്ക് ആവുന്നതിന് മുമ്പ് തന്നെ എവിക്റ്റ് ആവാൻ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കത്തില്ലല്ലോ. ഒന്ന് ഉറക്കം ഉളച്ചൊന്നിരുന്നാൽ പോരെ. ഉറങ്ങാതിരിക്കാൻ തന്നെയാണ് ചാൻസ്, കണ്ടറിയാം. ഇപ്പൊ ഈ ഒരു ടാസ്കിന്റെ നോമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ 4 പേരെ വീതം പറയണം. 4 പേരെയാണ് നോമിനേറ്റ് ചെയ്ത് ഗാർഡൻ ഏരിയയിലേക്ക് വിടേണ്ടത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.